രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കുറ്റിച്ചെടികളാട്ടോ പരിചയപ്പെടുത്തുന്നത്. കുറ്റിച്ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളികളല്ലാതെ നമുക്ക് മുറ്റത്ത് നല്ല ബുഷിയായിട്ട് ഇഷ്ടമുള്ള ആകൃതിയിൽ വെട്ടി നിർത്താവുന്നതും അതേപോലെ ഇഷ്ടംപോലെ പൂക്കൾ തരുന്നതുമായിട്ടുള്ള ചെടികളാണ്. അതിലാദ്യം തന്നെ ലോറ പെറ്റലാണ്. ഈ ചെടി ലോറ പെറ്റൽ. ഇലകളും പൂക്കളും ഒരുപോലെ മനോഹരമായിട്ടുള്ള ചെടിയാണ് ഈ ലോറ പെറ്റൽ എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ മെറൂൺ ഇലകളുടെ ഇടയിൽ നല്ല പിങ്ക് പൂക്കളാണ് കേട്ടോ. നിറയെ പൂക്കളുണ്ടാവും. നല്ല വെയിലുള്ളിടത്ത് വെക്കുകയാണെങ്കിൽ നല്ലപോലെ പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയാണ്. അതുപോലെ അടുത്ത് നമ്മൾ സാധാരണ സൺഡേ മൺഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ ടുഡേ എന്ന് പറയുന്ന ചെടി കണ്ടിട്ടുണ്ട്. അതിൻ്റെ തന്നെ വെരിഗേറ്റഡ് വേർഷനാണ്. പൂക്കളൊക്കെ ഒരേപോലെ തന്നെ, പക്ഷേ ഇലകളിൽ വ്യത്യാസമുണ്ട്. നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫ് വരുന്ന സൺഡേ മൺഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ ടുഡേ എന്ന് പറയുന്ന പ്ലാന്റ് ഇതും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ 16 ചെടികളാണ് ഇട്ടിട്ടുള്ളത്. ഈ 16 ചെടികളുടെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഏതാണെന്ന് നോക്കാം. ഇത് സീഗാർ അല്ലെങ്കിൽ ബൊളീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന ചെടിയാണ്. വളരെ നല്ല ഭംഗിയാണ്. നല്ല കടും പച്ച ലീഫും അതേപോലെ തന്നെ ചുമപ്പിൽ ചെറിയ മഞ്ഞ ഡോട്ടുള്ള പൂക്കളാണ്. വളരെ നല്ല ഭംഗിയുള്ള പൂക്കളാണിത്. ഇത് മഞ്ഞ ജാക്കോബിനിയൻ്റെ മഞ്ഞ 3 വെറൈറ്റി ഉണ്ട്. മഞ്ഞ, അത് കഴിഞ്ഞിട്ട് ഇത് പീച്ച് ജാക്കോബിനിയാണ്. ഇനി ഒന്നുകൂടി ഉണ്ട്, അത് കാണാം. ഇനി കാണുന്നതാണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോയിൻ്റെ നോർമൽ വേർഷനാണ്. ഇത് മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇത് നല്ല മനോഹരമായ പൂക്കളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ചെടിയിൽ കാണുന്ന പോലെ തന്നെ കൊലകൊലയായിട്ട് വിരിയും. നമുക്കിതിന് ഇഷ്ടംപോലെ കൊമ്പുകളൊക്കെ പൊട്ടിമുളച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അതേപോലെ തന്നെ ഇത് ടെക്കോമ. ഇതൊരു കുറ്റിച്ചെടിയാണ്. ഇത് കണ്ടില്ലേ, ഇതിലുള്ള പൂക്കൾ കണ്ടില്ലേ, കൊലകൊലയായിട്ടാണ് വിരിയുക. ഏകദേശം നമുക്കൊരു 10-11 മാസം ഈ ചെടിയിൽ പൂക്കളുണ്ട് കേട്ടോ. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ പൂക്കളുള്ളതാണ്. ഒരു ചെടി മതി ശരിക്കും. ടെക്കോമയുടെ ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നിറയെ പൂക്കളായിരിക്കും. ആഫ്രിക്കൻ വയലറ്റിൻ്റെ പല കളറുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഞാനിതൊരു കളർ മാത്രം ഒരു ഫോട്ടോ ഇട്ടു എന്നേ ഉള്ളൂ. പല കളറ് ആഫ്രിക്കൻ വയലറ്റ് അവൈലബിൾ ആണ്. ഇത് അടുത്ത് വരുന്നത് ഗാർഡേനിയ എന്ന് പറയുന്ന ചെടിയാണ്. ഇതിനും സൺഡേ മൺഡേ എന്നുള്ള പേരിൽ ചില സ്ഥലത്തൊക്കെ ഈ ചെടിക്കും പറയാറുണ്ട്. ഇത് ഒരു ചെടിയിൽ തന്നെ 3 കളറ് പൂക്കളുണ്ടാവും. മഞ്ഞ, ഓറഞ്ച്, ഒരു ലൈറ്റ് ചുമപ്പ് പോലെ, അങ്ങനെ 3 കളറ് പൂക്കളുണ്ടാവും. നിറയെ പൂ വിരിയുന്ന നല്ലൊരു ചെടിയാട്ടോ. ഇതും യെസ്റ്റർഡേ ടുഡേ എന്ന് പറയും, സൺഡേ മൺഡേ എന്ന് പറയും. അത് പിങ്ക്, വെള്ള, വയലറ്റ് അങ്ങനെ പൂക്കൾ വിരിയുന്ന. ഇത് പക്ഷേ ഗാർഡേനിയം എന്ന് പറയുന്ന ചെടിയാണ്. ചില സ്ഥലത്ത് ഇതിന് സൺഡേ മൺഡേ എന്ന് പറയാറുണ്ട്. ഇതും അതേപോലെ തന്നെ 3 കളർ പൂക്കൾ വിരിയുന്ന ചെടിയാണ്. നല്ല ഭംഗിയായിട്ട് വെട്ടി നിർത്തി നിറയെ പൂക്കൾ തരുന്നൊരു ചെടിയാട്ടോ. പിന്നെ പതിവ് പോലെ കമേലിയ. നമ്മൾ കുറ്റിച്ചെടി പൂക്കളുണ്ടാകുന്ന കുറ്റിച്ചെടീൻ്റെ ഫോട്ടോ ഇടുമ്പോൾ കമേലിയ, അസേലിയ ഇല്ലാതെ അത് പൂർണ്ണമാവില്ലല്ലോ. ഇതിൻ്റെ 4 കളർ നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ്, റെഡ്, പീച്ച്, പിന്നെ അതിൻ്റെ തന്നെ സിംഗിൾ പെറ്റൽ വരുന്നത്. അങ്ങനെ 4 തരം ചെടികൾ നമ്മുടെ കയ്യിലിപ്പോൾ ഈ എന്താ പറയുക കമേലിയേൻ്റെത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് മഞ്ഞ മെലസ്റ്റോമയാണ്. മഞ്ഞ മെലസ്റ്റോമ ഇതുപോലെ അധികം പൊക്കം വയ്ക്കുന്ന ചെടിയല്ല, ഒരു കുറ്റിച്ചെടിയാണ്. പിന്നെ ബ്ലീഡിങ് ഹാർട്ട്, അതേപോലെ തന്നെ ലെമൺ വൈൻ. ഇതൊരു സെമി ക്രീപ്പറായിട്ടും നിർത്താം, കുറ്റിച്ചെടിയായിട്ടും നിർത്താം. പിന്നെ ജാക്കോബിനിയൻ്റെ അടുത്ത വേർഷൻ വൈറ്റ്, ഏറ്റവും ഭംഗിയുള്ളത് വൈറ്റ് ജാക്കോബിനിയാണ് കേട്ടോ. പിന്നെ ഈ കോംബോയിൽ 16-മതായിട്ട് നമ്മൾ കാണിക്കുന്നത് അസേലിയാണ്. അസേലിയൻ്റെ വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായ ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ ഉണ്ട്. ഇതും 4 കളർ ചെടി അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ. 4 കളറുണ്ട്. വെള്ളയുണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, പിന്നെ ഈ കാണുന്ന കളറും. അപ്പോൾ ഇത് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യണേ. ഈ ചെടികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ സെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ എൻ്റെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്തോളൂ. ഞാൻ ഈ വീഡിയോയിൽ തന്നെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്യൂ. വേറെ ഒരുപാട് ചെടികളുണ്ട്. ഞാൻ എൻ്റെ വാട്സപ്പിൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് കൂടി ഈ വീഡിയോയുടെ കൂടെ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്യണം. അപ്പോൾ വളരെ വിലക്കുറഞ്ഞ രീതിയിലുള്ള ചെടികളാണ്, വിലക്കുറവിലാണ് ചെടികളൊക്കെ കിട്ടുന്നത്. വളരെ ലോ പ്രൈസാണ്. അതുപോലെ തന്നെ വളരെ നല്ല ചെടികളുമാണ് കേട്ടോ കിട്ടുന്നത്. ക്രീപ്പർ പ്ലാന്റ്, ഹാങ്ങിങ് പ്ലാന്റ്, ഹോയ, ഇൻഡോർ പ്ലാന്റ്, അങ്ങനെ പലതരം ചെടികളുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.